അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഉമ്മയുടെ ആ വാക്കുകൾ കേട്ട് ഷമ്മാസ് ഞെട്ടിപ്പോയി. പടച്ച റബ്ബേ, എന്താ ഉമ്മ ഇങ്ങനെ പറഞ്ഞത്? മോനെ, നീ എന്താടാ ഒന്നും മിണ്ടാത്തത്? അതെ, നിന്റെ ജ്യേഷ്ഠൻ ഫൈസലിൻ്റെ ആദ്യ ഭാര്യ നുസൈബയെ നീ ഏറ്റെടുക്കുമോ എന്നാണ് ഞാൻ ചോദിച്ചത്. മോൻക്ക് എന്തൊക്കെ തന്നെയായാലും ഉത്തരം പറയാം. യെസ് എന്ന് പറയാം, അല്ലെങ്കിൽ നോ എന്ന് പറയാം. മോനെ, ഷാമോനെ, അവളുടെ ഒരു അവസ്ഥ അതാലോചിക്കുമ്പോൾ നിനക്ക് ഒന്നും തോന്നുന്നില്ലേ? ഉമ്മ, നിങ്ങളെന്താ എന്നോട് പറഞ്ഞത്? ഷമ്മാസിൻ്റെ ഹൃദയം വല്ലാതെ ഇടിക്കുന്നു. അവൻ്റെ മുഖമാകെ വിവർണമായി, കണ്ണുകൾ നിറയുന്നു, ഹൃദയം ആകെ തേങ്ങുന്ന പോലെ. അവൻ ഉമ്മയുടെ മുഖത്തേക്ക് ദയനീയമായി നോക്കി. മോനെ, ഷാമോനെ, ഞാൻ പറഞ്ഞത് മോനക്ക് എന്തെങ്കിലും വിഷമായോ? ഉമ്മ ഉമ്മ എന്താ പറഞ്ഞത്? എന്ത് കാര്യമാണ് ഉമ്മ എന്നോട് പറഞ്ഞത്? സാധാരണയായി ഉമ്മ എന്നോട് എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഉമ്മയുടെ ആഗ്രഹത്തിന് ഇതുവരെ കൂട്ടു നിന്നിട്ടുള്ളൂ. പക്ഷേ ഉമ്മ പറഞ്ഞ ഈ ഒരു വാക്ക്, എൻ്റെ പൊന്നുമ്മ ഒരിക്കൽ കൂടി അതൊന്ന് വായിച്ചു നോക്ക്. ഉമ്മ പറഞ്ഞത് എന്താണെന്നുള്ളത്. മോനെ, ഞാൻ പറഞ്ഞത് മറ്റൊന്നുമല്ല. നുസൈബയെ കല്യാണം കഴിക്കാൻ നീ തയ്യാറാണോ എന്നാണ് ഞാൻ ചോദിച്ചത്. ഉമ്മ ഉമ്മ ഞാൻ എന്താ ഉമ്മ പറയാ? ഉമ്മ, നിങ്ങൾക്ക് എന്നോട് ഇതെങ്ങനെ പറയാൻ തോന്നി? മോനെ, എടാ, ഞാൻ പറഞ്ഞത് പൊട്ടത്തരായോ? ഞാൻ പറഞ്ഞത് കാരണം കൊണ്ട് മോൻക്ക് വിഷമായോ? എങ്കിൽ അത് പോട്ടെ. ഇനി ഉമ്മ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. അതെ, ഉമ്മക്ക് വളരെയധികം പ്രതീക്ഷയായിരുന്നു അവളെക്കുറിച്ച്. സത്യം പറഞ്ഞാൽ ഈ പ്രാവശ്യം നമ്മൾ പെരുന്നാളുടെ തലേന്ന് അവളുടെ വീട്ടിലേക്ക് പോയപ്പോൾ അവളുടെ ഉമ്മ പറഞ്ഞ വാക്കുകൾ കേട്ട് എൻ്റെ ഹൃദയം പൊട്ടിപ്പോയി മോനെ. എന്താ ഉമ്മ? അത് മറ്റൊരു വിവാഹാലോചന അവൾക്ക് വന്നിട്ടുണ്ട്. അതാണ്. അത് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ ഹൃദയം പൊട്ടി. അവൾ മറ്റൊരു വീട്ടിലേക്ക്, എൻ്റെ കൂടെ ജീവിച്ച അവൾ മറ്റൊരു വീട്ടിലേക്ക് പോവുക, മറ്റൊരുത്തൻ്റെ ഭാര്യയാവുക എന്ന് പറഞ്ഞിട്ടടാ, ഈ ഉമ്മാക്കത് സഹിക്കാൻ കഴിയുന്നില്ല. സത്യമാണ് ഞാൻ പറയുന്നത്, സത്യമായിട്ടും. അതുകൊണ്ടടാ, ഉമ്മാൻ്റെ ഒരു സ്വാർത്ഥത കൊണ്ട് പറഞ്ഞു പോയതാണ് ഞാൻ. എനിക്ക് തോന്നുകയാണ് എങ്ങനെയൊക്കെ തന്നെയാലും ഈ വീട്ടിലേക്ക് അവളെ തിരിച്ചു കൊണ്ടുവരണം. അവൾക്ക് നല്ലൊരു ജീവിതം എൻ്റെ മക്കളെ കൊണ്ട് കൊടുക്കാൻ കഴിയണമെന്ന് ഈ ഉമ്മ ആഗ്രഹിച്ചു പോയി. അതെ, ഉമ്മയുടെ അത്യാഗ്രഹം മാത്രമാണ്, വേറൊന്നുമല്ല. ഉമ്മയുടെ അത്യാഗ്രഹം കൊണ്ട് പറഞ്ഞു പോയതാണടാ. എൻ്റെ കുട്ടി എന്നോട് ക്ഷമിക്കൂലേ? ഉമ്മ, എന്താ അങ്ങനെയൊക്കെ പറയുന്നത്? ഒരിക്കലും എൻ്റെ ഉമ്മ എന്നോട് അങ്ങനെ ചോദിക്കുന്നത് ശരിയല്ല. എനിക്കറിയാം ഉമ്മയുടെ ഉമ്മയുടെ മനസ്സ് എത്രമാത്രം വേദന ഉള്ളതാണെന്ന് എനിക്ക് അറിയാം. അതെ, എൻ്റെ ഉമ്മ അത്രയ്ക്കും സ്നേഹിച്ച ആ പെൺകുട്ടി മറ്റൊരു വീട്ടിലേക്ക് പോവാതെ എൻ്റെ ഉമ്മയുടെ മരുമകളായി തന്നെ തുടരണം. അതാണ് എൻ്റെ ഉമ്മ ആഗ്രഹിക്കുന്നത്, അല്ലേ? ഒരിക്കലും അവൾ കഷ്ടപ്പെടാൻ പാടില്ല. അവൾ ഇവിടെ തന്നെ ഉമ്മാൻ്റെ അടുത്ത് എത്തണം. അതല്ലേ എൻ്റെ ഉമ്മയുടെ ആഗ്രഹം. മോനെ, സത്യമായിട്ടും അതുതന്നെ. എൻ്റെ കുട്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് നമ്മളെ വീട്ടിൽ നിന്ന്. അതായത് വേലക്കാരിയെ വരെ വെക്കാൻ നിന്നപ്പോൾ സമ്മതിച്ചില്ല. പാവം ഒറ്റയ്ക്ക് ഒരുപാട് കഷ്ടപ്പെട്ട് പണിയെടുത്തു. നിൻ്റെ ജ്യേഷ്ഠൻ ഫൈസലിൻ്റെ ഡ്രസ്സ്, അവൻ്റെ എല്ലാ കാര്യങ്ങളും, അവനക്കുള്ള ഭക്ഷണം പറ്റി കിടപ്പിലായപ്പോൾ അവനെ പരിചരിച്ച് നല്ല രീതിയിൽ നടക്കാൻ വരെയാക്കി. എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തു. ഒന്നിനും കഴിയാതെ വെറും കണ്ണുകൾ മാത്രം അനക്കിക്കൊണ്ട് നിൻ്റെ ജ്യേഷ്ഠൻ കിടന്നിരുന്ന ആ ഒരു രംഗം, അതെ, ആ കുഞ്ഞിൻ്റെ കൈകൾ കൊണ്ടാണ് പിന്നീട് അവൻ പൂർണ്ണ രീതിയിലേക്ക് തിരിച്ചു വന്നത്. അത്രക്കും അവന് വേണ്ടി അവൾ പ്രയത്നിച്ചിരുന്നു. അങ്ങനെയൊക്കെ ചെയ്തിട്ടും അവൻ ചെയ്ത ആ ഒരു ചെറ്റത്തരത്തിന് പകരമായിക്കൊണ്ട് ഒരിക്കലും നമുക്കൊന്നും പകരം വെക്കാൻ കഴിയില്ല. പക്ഷേ എൻ്റെ പൊന്നു മോനെ, അതിന് പകരമായിക്കൊണ്ടൊക്കെ
ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു പ്രവൃത്തി, അതെ, വീണ്ടും അവളെ മരുമകളാക്കി നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരിക, അതെ, അവളെ രാജകുമാരിയെപ്പോലെ വളർത്തുക എന്നുള്ളതാണ്. ഉമ്മ, നിങ്ങൾ പറയുന്നതിൽ ഒട്ടും തെറ്റില്ല, ശരിയാണ്. അങ്ങനെയൊക്കെ ത്യാഗങ്ങൾ സഹിച്ച നമ്മുടെ ഇത്താത്തയെ നല്ലൊരു ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ള എൻ്റെ ഉമ്മയുടെ തീരുമാനം, അത് വളരെയധികം നല്ലൊരു കാര്യമാണ്. പക്ഷേ ഉമ്മ, അത് ഞാൻ എങ്ങനെ ഉമ്മ, നിങ്ങൾ എന്തായി പറയുന്നത്? എനിക്കെങ്ങനെ അതിന് കഴിയും? ഒരിക്കലും മറ്റൊരു കണ്ണുകൊണ്ട് ഞാൻ ഇത്താത്തയെ നേരിട്ട് എന്തായാലും കണ്ടിട്ടില്ല, ചിന്തിച്ചിട്ട് പോലുമില്ല. ഒരിക്കലും തെറ്റായ രീതിയിൽ എൻ്റെ ഇത്താത്തയെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടില്ല. എപ്പോഴും എനിക്കെൻ്റെ ഇത്താത്ത എന്ന് പറഞ്ഞാൽ എൻ്റെ ജ്യേഷ്ഠത്തിയുടെ സ്ഥാനത്താണ് ഞാൻ അവരെ കണ്ടത്. മോനെ, ഷാമോനെ, അവൾക്കടാ നിൻ്റെ ജ്യേഷ്ഠത്തിയുടെ പ്രായമൊന്നും എന്തായാലും ഇല്ല. അതെ, 10-20 വയസ്സ്, അതിലേറെ അവൾക്കില്ല. ഉമ്മ, ഒരിക്കലും വയസ്സിൻ്റെ കണക്കല്ല ഞാൻ പറഞ്ഞത്. എൻ്റെ മനസ്സിൽ അവർക്കുള്ള സ്ഥാനം എൻ്റെ ജ്യേഷ്ഠത്തിയുടെ സ്ഥാനമാണ് എന്നാണ്. എൻ്റെ ജ്യേഷ്ഠന് വിവാഹം കഴിച്ചതല്ലേ, അതുകൊണ്ട് അവരെ ബഹുമാനിക്കേണ്ട വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ടാണ് ഉമ്മ, എനിക്ക് അതിന് കഴിയില്ല ഉമ്മ, സത്യമായിട്ടും. അതെങ്ങനെ ഉൾക്കൊള്ളാൻ എനിക്ക് കഴിയും? ഇനിയിപ്പോൾ ഉമ്മയുടെ ഇഷ്ടത്തിന് അല്ലെങ്കിൽ ഇത്താത്തയുടെ ജീവിതം രക്ഷപ്പെടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഒരു പക്ഷേ ഞാൻ അവരെ നിക്കാഹ് ചെയ്യുകയാണെങ്കിൽ തന്നെ ഉമ്മ, അതെങ്ങനെ നടക്കും? നിങ്ങളൊന്ന് ആലോചിച്ചിട്ടുണ്ടോ? അതെങ്ങനെ ഇക്കാക്ക അവിടെ ഉണ്ടാകുമ്പോൾ അതെങ്ങനെ നടക്കും ഉമ്മ? ഇത്താത്തയെ അല്ലെങ്കിൽ ഉപദ്രവിച്ചിരുന്ന ഇക്കാക്ക എൻ്റെ കൂടെയുള്ള മോനെ, നിൻ്റെ ഫോൺ തടാ, ബെല്ലടിക്കുന്നു, നോക്ക്. ഷമ്മാസ് ആ ഫോൺ നോക്കി. ഷിഫ, അതെ, ഷിഫയാണല്ലേ വിളിക്കുന്നത്. ഉമ്മയുടെ മുൻപിലാണ്. പഠിച്ചോനെ, എന്ത് ചെയ്യും? ഷമ്മാസദാ ഫോൺ മെല്ലെ അങ്ങ് കട്ട് ചെയ്യുന്നു, അറിയാത്ത രീതിയിൽ. മോനെ, ആരാടാ? അതും ഉമ്മ കസ്റ്റമറോ അങ്ങനെ തോന്നുന്നുണ്ട്. ആ ഉമ്മ, നമുക്ക് സംസാരിക്കാം. ഷമ്മാസിൻ്റെ മനസ്സിൽ എന്തൊക്കെയോ ഒരു ഭീതി. അതെ, ഷിഫയാണ് വിളിച്ചത്, എന്തിനാണാവോ? അതിനെക്കുറിച്ച് അറിയാനായിട്ട് വല്ലാത്തൊരു, പക്ഷേ ഉമ്മയുടെ മുമ്പിലാണ് ഞാൻ. ഉമ്മയും ഞാനും സംസാരിക്കുകയാണ്. മോനെ, എന്നിട്ട് പറയടാ. ഷമ്മാസദാ ആ ഫോൺ സൈലൻറ്റിലിടുന്നു. ഒരു പക്ഷേ ഇനിയും കോള് വരാൻ ചാൻസ് ഉണ്ട്. സാധാരണയായി ഷിഫ വിളിക്കുന്നത് അത് ഹിജാബിയുടെ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. എന്ത് കാര്യമാണാവോ? പഠിച്ച റബ്ബേ, ഞാൻ എന്താ ചെയ്യുക? ആകെ കുഴഞ്ഞു കിടക്കുകയാണ്. ഞാൻ എന്ത് ചെയ്യും? എനിക്കൊന്നും അറിയുന്നില്ല. എങ്കിലും എൻ്റെ ഹിജാബിയെ എനിക്ക് തിരിച്ചു കിട്ടിയിരുന്നെങ്കിൽ അത് മാത്രമായിരിക്കും എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം. മോനെ, നീ എന്താ പറഞ്ഞു നിർത്തിയത്? പിന്നെ മറ്റെന്തോ ആലോചിക്കുന്നു. ഉമ്മ, അതല്ലേ ഞാൻ പറഞ്ഞത്. അതായത് നമ്മുടെ ഇത്താത്ത വീട്ടിലുള്ള കാലത്ത് തന്നെ ഇക്കയുടെ ഉപദ്രവവും കാര്യങ്ങളും അതങ്ങനെയായിരുന്നു. അവളെ തീരെ മൈൻഡ് ചെയ്തിരുന്നില്ല. അതെ, എന്തെങ്കിലും ചോദിച്ചാലും പറഞ്ഞാൽ തന്നെ ഭയങ്കരമായ രീതിയിൽ ഷൗട്ട് ചെയ്തുള്ള സംസാരവും കാര്യങ്ങളും അങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞിരുന്നല്ലോ ഉമ്മ. ഉമ്മ, ആ ഒരു സ്ഥിതിക്ക് ആ വീട്ടിലേക്ക് ഉമ്മ പറഞ്ഞ രീതിയിൽ ഞാൻ ഇത്താത്തയെ നിക്കാഹ് കഴിച്ച് കൊണ്ടുവന്നാൽ എന്തായിരിക്കും സ്ഥിതി? ഉമ്മ ആലോചിക്കുന്നുണ്ടോ? അതിന് ഇക്കാക്ക സമ്മതിക്കുമോ ഉമ്മ? ഒരിക്കലും ഞാൻ ആ കാര്യം മനസ്സിൽ ആഗ്രഹിച്ചിട്ടില്ല. അഥവാ ഇനി അങ്ങനെ നടക്കുകയാണെങ്കിൽ തന്നെ ഉമ്മ, ഞാൻ പറയുന്നത് ഉമ്മയോടുള്ള വെറുപ്പ് കൊണ്ടോ ഒന്നുമല്ല. ഉമ്മയുടെ വാക്ക് എനിക്ക് എന്നും വിലപ്പെട്ടതാണ്. അതിനപ്പുറത്തേക്കായിട്ട് ഈ ഷമ്മാസിനൊന്നുമില്ല. പക്ഷേ നമ്മൾ ചിന്തിക്കണമല്ലോ. അത് ഫൈസൽക്ക് വീട്ടിലുള്ള സമയത്ത് ഞാൻ ഇത്താത്തയെ വീണ്ടും നിക്കാഹ് കഴിച്ച് ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നാൽ എന്തായിരിക്കും ഉമ്മ സ്ഥിതി? മോനെ, അതങ്ങനെ അറിയൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ അവർ വേഗം വേറെ പോയിക്കോട്ടെ. ഉമ്മ, വേറെ പോയാലും ഇല്ലെങ്കിലും അവർ തിരിച്ചിങ്ങോട്ട് തന്നെ വരുമല്ലോ, തറവാട്ടിലേക്ക്. എന്നെങ്കിലും ഒരിക്കൽ ആ ഒരു സത്യം ഇക്കാക്ക തിരിച്ചറിയുമല്ലോ. ഇനിയൊരു പക്ഷേ ഉമ്മ പറഞ്ഞു അത്രയും ദീനിയായ രീതിയിൽ മറവുള്ള രീതിയിൽ നടക്കുന്ന പെണ്ണാണ് ഇത്താത്തയെന്ന്. അതെ, ഓക്കെ, ഒരു അന്യപുരുഷനെയും കാണാതെയായിരിക്കും അവൾ നടക്കുന്നത്. ഓക്കെ,
അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ എങ്കിലും നമ്മുടെ നവാസ് ഖാൻ്റെ വൈഫ്, അതുപോലെ ഇക്കാക്കയുടെ രണ്ടാം ഭാര്യ, അവരൊക്കെ ഇവിടെ കാണുമ്പോൾ സാജിത്ത എന്തായാലും ആ ഒരു വാർത്ത പെട്ടെന്ന് തന്നെ ഫൈസൽക്കയുടെ ചെവിയിലെത്തിക്കും. അതുറപ്പാണ്. പിന്നീട് എന്തായിരിക്കും നമ്മുടെ വീട്ടിൽ നടക്കുക? ഉമ്മാക്കറിയോ? ഉമ്മ എന്തായിരിക്കും അവസ്ഥ? അതിനെക്കുറിച്ച് ഒന്ന് ആലോചിച്ചിട്ടുണ്ടോ ഉമ്മ? ഇക്കാക്ക വെറുതെ വിടുമോ? അവളെ ജീവിക്കാൻ സമ്മതിക്കോ? ജീവിക്കാൻ സമ്മതിക്കാതെ ആട്ടി പറഞ്ഞയച്ചതുപോലെയല്ലേ ഇത്താത്തയെ പറഞ്ഞയച്ചത്? അതെ, ഒരു പരിഗണനയും കൊടുക്കാതെ. ഇനിയും ഇത്താത്താക്ക് അങ്ങനെ ഒരു ജീവിതം ആവില്ലേ നമ്മളെ വീട്ടിൽ? മോനെ, ഇല്ല, അവളെ ഞാൻ സംരക്ഷിക്കും. ഇതുവരെ അങ്ങനെയല്ലായിരുന്നു. അന്നെന്ന് വെച്ചാൽ അവന് ഭർത്താവായിട്ടുണ്ട്. പക്ഷേ ഇന്നൊരിക്കലും ഫൈസലിൻ്റെ ഭാര്യയായിട്ടല്ല അവൾ ഈ വീട്ടിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവകാശങ്ങൾ പറയാനും ചോദിക്കാനും അവളെ ഉപദ്രവിക്കാനും ഒരിക്കലും അവന് വരാൻ പറ്റൂലല്ലോ. അത് ഞാൻ സമ്മതിച്ചിട്ട് വേണ്ടേ? ഉമ്മ, നിങ്ങളുടെ ധീരമായ ഈ ഒരു പ്രതിജ്ഞ വളരെയധികം നല്ലതാണ്. പക്ഷേ എപ്പോഴും എൻ്റെ ഉമ്മ അവൾക്ക് കാവലായി ഇവിടെ ഉണ്ടാവില്ല. ഇല്ല, അവർ സമ്മതിക്കില്ല. ഇത്താത്തിയെ ഈ വീട്ടിൽ നിൽക്കാൻ, അതും എൻ്റെ ഭാര്യയായിക്കൊണ്ട് ഇവിടെ നിൽക്കാൻ ഒരിക്കലും സമ്മതിക്കില്ല ആരും. ഫൈസൽക്ക എന്നെ അടക്കം ഇല്ലാതാക്കും. അത്രക്ക് ദേഷ്യക്കാരനാണ്. മോനെ, അങ്ങനെയൊന്നും ഇല്ലടാ. അതുമാത്രല്ല, ഇത്താത്തയെ എങ്ങാനും ഈ വീട്ടിൽ കണ്ടുപോയാൽ ഒന്നിനും മടിക്കാത്തതാണവർ. ഷാനിത്തയും ഫൈസൽക്കയും ഒരുമിച്ചാണ് അവരെ പുറത്താക്കിയതും. അവർ രണ്ടുപേരും ഇനിയും അവളെ ഒഴിവാക്കാൻ പലതും കിണഞ്ഞ് പരിശ്രമിക്കും. അതുകൊണ്ടുമ്മ, ഈ ഒരു പ്രവൃത്തിക്ക് നമ്മൾ നിൽക്കണോ? പോരാത്തതിന് ഫസീലത്ത, അവളുടെ സ്വഭാവം എന്തായിരിക്കും? ഒരുപാട് കാലമായി അതാ ഇത്താത്തയുടെ ആങ്ങളുടെ മോളെ കെട്ടണമെന്ന് പറഞ്ഞ് എൻ്റെ പിന്നാലെ നടക്കുന്നു. ഞാൻ അറിയാതെ എൻ്റെ ഫോട്ടോ വരെ അയച്ചു കൊടുത്തു. എല്ലാം കൊടുക്കുന്നു, കൈമാറുന്നു. പക്ഷെ എന്നോട് മിണ്ടിയില്ല. പെട്ടെന്ന് ദിവസം എന്നോട് പറഞ്ഞപ്പോൾ എനിക്കത് തീരെ ഇഷ്ടപ്പെട്ടില്ല. അത്രക്കും ദേഷ്യമുണ്ട് ഫസീലത്താക്ക് എന്നോട്. അരച്ചു കൊടുത്താൽ കലക്കി കൊടുക്കും എന്നുള്ള രീതിയിൽ. അത് ശരിയാണ് മോനെ. ഓൾക്ക് എന്നോട് മാത്രമല്ലടാ, എന്നോട് ഭയങ്കര ദേഷ്യമാണ്. എന്തൊക്കെയോ ചിലപ്പോൾ വിളിച്ച് പറയുന്നോ? ഞാൻ ക്ഷമിച്ച് നിൽക്കുകയാണ്. എന്നാണാവും പോകുന്നത്? കല്യാണത്തിന് വേണ്ടി വന്നതാണത്രേ. അവളുടെ മനസ്സിലുള്ള നിയ്യത്ത് ഇതാന്ന് നമുക്കറിയില്ലല്ലോ. പാവം നവാസിന് കണക്കിന് കിട്ടാറുണ്ട്. നല്ല രീതിയിൽ ഓനും ചീത്ത പറയും. ഇനിയിപ്പോൾ ആ ഒരു കുടുംബത്തിൽ നിന്ന് അങ്ങനെയുള്ളൊരു പെണ്ണിനെ കൂടി ഈ തറവാട്ടിലേക്ക് കയറ്റാൻ എനിക്ക് താല്പര്യമില്ല ഒരിക്കലും. ഉമ്മ, ഇതൊക്കെയാണ് സാഹചര്യങ്ങൾ നമ്മളെ വീട്ടിലെ. ഈ ഒരു അവസ്ഥയിൽ ഇത്താത്തയെ ഇനി ഉമ്മയുടെ ഇഷ്ടത്തിന്, ഉമ്മയുടെ സമ്മതപ്രകാരം വേണമെങ്കിൽ ഞാൻ കല്യാണം കഴിക്കുകയാണെങ്കിൽ പോലും ഇത്താത്താക്ക് ഇവിടെ ഒരിക്കലും സുഖമായൊരു ജീവിതം കിട്ടില്ല ഉമ്മ, സത്യമായിട്ടും. ഉമ്മ അതാ ആലോചനയിൽ മുഴുകുന്നു. പടച്ച റബ്ബേ, ഇനിയിപ്പോൾ എന്താപ്പോൾ ഞാൻ ചെയ്യുക? എനിക്കറിയുന്നില്ല. ഉമ്മ, നിങ്ങൾ വിഷമിക്കില്ലേ? അള്ളാഹു സുബ്ഹാനഹു വ തആല എന്തെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടാവും. എന്തൊക്കെ തന്നെയായാലും ഹൈറായ ഒരു സ്ഥലത്തേക്ക് ഇത്താത്ത എത്തട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അവരെ നല്ല രീതിയിൽ സംരക്ഷിക്കുന്ന സ്വാലിഹായ ഒരു ഭർത്താവിനെ അവർക്ക് ലഭിക്കട്ടെ. അത് നമുക്ക് പ്രാർത്ഥിക്കാം. അല്ലാതെ ഈ രീതിയിലുള്ള ചിന്തകൾ ഉമ്മ, അത് ശരിക്കും നമ്മൾക്ക് നടക്കാത്ത കാര്യമാണ്. നടന്നാലും തന്നെ ഇത്താത്താക്ക് സുഖമായ ജീവിതം നമ്മുടെ വീട്ടിലുണ്ടാവില്ല. കുത്തുവാക്കുകളും ഉപദ്രവവും നോവും എല്ലാം സഹിക്കേണ്ടി വരും. എന്നും ഉമ്മ ഇത്താത്തയുടെ കൂടെ ഉണ്ടാവില്ല. മോനെ, നീ പറയുന്നതിലും സത്യമുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മളെ വീട്ടിലേക്ക് എത്തിയാലും എല്ലാവരും കൂടി അവളെ ഉപദ്രവിക്കും, വട്ടമിട്ട് വളയും. അതുകൊണ്ട് നീ പറഞ്ഞതിലും കാര്യമുണ്ട്. പക്ഷേ മോനെ, എനിക്ക് സത്യമായിട്ടും എൻ്റെ മോനെ കൊണ്ട് അവളെ കല്യാണം കഴിപ്പിക്കണം എന്ന് തന്നെയാണ് ആഗ്രഹം. മോനെ, ഞാൻ ഒരു കാര്യം പറയട്ടെ? എന്തോ ഉമ്മ? തൽക്കാലം ആരും അറിയാതെ നിക്കാഹ് കഴിച്ചാലോ? ഉമ്മ, സത്യമായിട്ടും ഞാൻ അങ്ങനെ ഒരു ചിന്താഗതി അത് ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല. എൻ്റെ ഇത്താത്തയാണ് അവരെക്കുറിച്ച് ആ ഒരു രീതിയിൽ ഞാൻ ചിന്തിക്കുന്നത് മോശമല്ല ഉമ്മ.
അതുമല്ല, ഇക്കാക്ക അറിഞ്ഞാൽ അതും ഒരു പ്രശ്നമാവൂലേ? എൻ്റെ പൊന്നു മോനെ, എല്ലാം നീ പറയുന്നത് ശരി തന്നെയാണ്. എന്നാൽ വേറെ എവിടെയെങ്കിലും ഒരു ഫ്ലാറ്റ് എങ്ങാനും എടുത്ത് താമസിച്ചാലോ? ഉമ്മ, അതൊക്കെ ഉമ്മക്ക് ഒരു തോന്നലുകളാണ്. പക്ഷേ എൻ്റെ ഉമ്മ എൻ്റെ കൂടെ വരുമോ? ആ വീട് വിട്ട് ഉമ്മാക്ക് എൻ്റെ കൂടെ വരാൻ പറ്റുമോ? ഒരു ഫ്ലാറ്റ് നമുക്ക് തന്നെ എടുക്കാമല്ലോ. പക്ഷേ എൻ്റെ ഉമ്മ വരുമോ? ഇല്ലല്ലോ. ഉപ്പ മരിച്ചിറങ്ങിപ്പോയ വീട്ടിൽ നിന്ന് ഉമ്മ വിട്ടു നിൽക്കാറില്ലല്ലോ. മോനെ, 2 ദിവസം ഞാൻ വിട്ടു നിന്നിരുന്നു. അതെ, നിൻ്റെ ഇത്താത്തയെ അവളുടെ വീട്ടിലേക്ക് കൊണ്ടാക്കി കൊടുത്ത് ഞാൻ നേരെ പോയത് അനിയത്തിയുടെ വീട്ടിലേക്കായിരുന്നു. ഉമ്മ, അതൊന്നും ഒരിക്കലും ശാശ്വതമല്ല. നമ്മുടെ ഉപ്പ ഉണ്ടാക്കിയ ആ ഒരു വലിയ വീട് അതുതന്നെ നമുക്ക് ധാരാളമായി ഉണ്ട്. ഉമ്മ ഒരിക്കലും ആ ഒരു വീട് വിട്ടിറങ്ങില്ല എന്നെനിക്കറിയാം. കാരണം ഉമ്മയുടെ സംസാരത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ശരിയാണ് മോനെ, മരിച്ചിറങ്ങുമ്പോഴാണ് എനിക്ക് ആ വീട് വിട്ട് ഇറങ്ങുവാൻ താല്പര്യം. അല്ലെങ്കിൽ നിൻ്റെ ഉപ്പയുടെ ആ ഒരു ശബ്ദം കേട്ട, ആ ഒരു സ്പർശനമേറ്റ, ഉപ്പയുടെ ആ ഒരു ശ്വസനമേറ്റ ആ ഒരു വീട്, ആ റൂം, കഷ്ടപ്പെട്ടുണ്ടാക്കിയ, അധ്വാനിച്ചുണ്ടാക്കിയ ആ വീട്, അത് വിട്ടു പോരാൻ മോനെ എനിക്ക് കഴിയില്ലടാ. സത്യമായിട്ടും ഉമ്മാൻ്റെ അത്യാഗ്രഹം കൊണ്ട് പറയാണ്, ഫ്ലാറ്റ് എടുത്ത് ജീവിക്കാന്നൊക്കെ. അതെ, നിൻ്റെ കയ്യിലെത്തിപ്പെട്ടാലും അവൾ രക്ഷപ്പെടും എന്നുള്ളൊരു അത്യാഗ്രഹം കൊണ്ട് മാത്രം. ഉമ്മ, നിങ്ങളുടെ വിഷമം ഞാൻ മനസ്സിലാക്കുന്നു. ഉമ്മ ഷമ്മാസിൻ്റെ നെഞ്ചിലേക്ക് വീണ് പൊട്ടിക്കരയുകയാണ്. എൻ്റെ പൊന്നുമ്മ, നിങ്ങളങ്ങനെ കരയാതെ. നിങ്ങൾ എന്ത് കാര്യത്തിനാണ് കരയുന്നത്? എല്ലാം ശരിയാവും ഉമ്മ. അവൾക്ക് നമുക്ക് നല്ല ചെക്കനെ കണ്ടുപിടിക്കണം. നല്ല സോലിഹായ ഹയറായ ചെക്കനെ. അവളുടെ ജീവിതത്തിൽ ഇനി ഒരിക്കലും ഒരു ദുഃഖം വരാൻ പാടില്ല. ഉമ്മ, നിങ്ങൾ സമാധാനപ്പെടണം. മോനെ, എവിടുന്ന് കിട്ടാനാടാ? എൻ്റെ കുട്ടീൻ്റെ അടുത്താണെങ്കിൽ അവൾ സുരക്ഷിതയായി എന്ന് വിചാരിച്ചിട്ടാണ്. ഉമ്മ, നിങ്ങൾ സമാധാനപ്പെടി. നമ്മൾ ഇത്താത്തയല്ലേ? എൻ്റെ ഇത്താത്തയാണ്. എൻ്റെ ഇത്താത്തയ്ക്ക് വേണ്ടി എന്തു ഞാൻ ചെയ്യാൻ തയ്യാറാണ്, ഒരിക്കലും കഷ്ടപ്പെടുത്താതെ. പക്ഷേ അവരുടെ വീട്ടുകാരുടെ സമ്മതം അത് ഇല്ലാത്തത് കൊണ്ടല്ലേ ഞാനതിൽ നിന്നൊക്കെ പിന്മാറിയത്. മോനെ, അത് താൽക്കാലികമായ ഒന്നല്ലേ. ഞാൻ പറയുന്നത് മരിക്കുന്നവരെ അവളെ സംരക്ഷിക്കാൻ നീ ഉണ്ടാകണം എന്നാണ്. നീ അവളെ ഏറ്റെടുക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. ഉമ്മയുടെ വാക്കുകൾക്ക് മുമ്പിൽ ഷമ്മാസിനെ പിന്നെ ഒന്നും പറയാൻ കഴിഞ്ഞില്ല. അപ്പോഴും അവൻ ഓർത്തത് തൻ്റെ ഹിജാബിയെക്കുറിച്ചാണ്. അതെ, മനസ്സിലൊരു പെണ്ണുണ്ട് ഇപ്പോഴും, ഒരു ഹിജാബി. അവളെ ഇല്ലാതെ മറ്റൊരു പെണ്ണിനെ ഈ ഹൃദയത്തിലേക്ക് ചേർക്കില്ല എന്ന് ഉറപ്പിച്ചതാണ്. പക്ഷെ ഉമ്മയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ ഞാൻ എന്താ റബ്ബേ ചെയ്യുക? ഉമ്മ, ഉമ്മ ഒരു ചായ കുടിക്കല്ലേ? മോനെ, വേണ്ടടാ. പിന്നെ എൻ്റെ കുട്ടി എന്നോട് ക്ഷമിക്കണം കേട്ടോ. ഉമ്മയുടെ ആഗ്രഹം കൊണ്ട് പറഞ്ഞു പോയതാണ്. ഒരിക്കലും ഒരു ഉമ്മ കല്യാണം കഴിക്കാത്ത മകനോട് പറയാൻ പറ്റുന്ന വാക്കുകളല്ല ഇത് ഒരിക്കലും. ഉമ്മയോട് എൻ്റെ കുട്ടി ക്ഷമിക്കണം കേട്ടോ. അറിയാതെ പറഞ്ഞു പോയതാണ്. സങ്കടം കൊണ്ടാടാ. എങ്ങനെയെങ്കിലും ആ കുട്ടി രക്ഷപ്പെടണമെന്ന് വിചാരിച്ചിട്ടാണ്. മോനെ, ഉമ്മ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റ് തോന്നിയിട്ടുണ്ടെങ്കിൽ ഉമ്മാക്ക് പൊരുത്തപ്പെട്ട് തരണം. ഉമ്മ പ്ലീസ്, എൻ്റെ ഉമ്മ അങ്ങനെ കരയല്ലേ. എൻ്റെ ഉമ്മ കരഞ്ഞാൽ പിന്നെ എനിക്കാരാ? ഉമ്മയുടെ ആ ഹിജാബ് അതാ ഷമ്മാസ് ശരിക്കും മുറുക്കി കെട്ടിക്കൊടുക്കുന്നു. ഉമ്മ, എൻ്റെ ഉമ്മ ഹിജാബിൽ എത്ര സുന്ദരിയാണെന്നോ. മോനെ, അതുപോലുള്ളൊരു പെണ്ണായിരുന്നുടാ അവളും. നിൻ്റെ ഇത്താത്തയും അതുകൊണ്ടാടാ. ഉമ്മ സാരല്ല, എൻ്റെ ഉമ്മ സമാധാനിക്ക്. തോരാതെ പെയ്യുന്ന ആ മഴയിൽ നിന്ന് അവരിതാ ഒരു ഹോട്ടലിലേക്ക് പോകുന്നു. ഉമ്മയുടെ കൈ പിടിച്ചുകൊണ്ട് ഷമ്മാസ്. ഉമ്മ, എവിടേക്കാണ് പോകേണ്ടത്? തട്ടുകടയിലിരുന്ന് പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ട് ചായ കുടിക്കണോ, അതോ ഹൈ ലെവൽ ഹോട്ടലിൽ പോകണോ? മോനെ, തട്ടുകട മതിയതാ. അല്ലെങ്കിലും പണ്ടൊക്കെ എൻ്റെ ഉപ്പാൻ്റെ കൂടെ ഞാൻ യാത്ര ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ ഉപ്പാനോട് എപ്പോഴും പറയായിരുന്നു, നമുക്ക്
ചെറിയ കടയിലിരുന്ന് ചായ കുടിക്കാം, എനിക്കതാണ് ഇഷ്ടമെന്ന്. അങ്ങനെ ആകുമ്പോൾ പുറത്തെ കാഴ്ചകളും ഒക്കെ കണ്ടുകൊണ്ട് ആ ചൂടുള്ള ചായ ആ തണുപ്പത്തും മഴയിലും ഇങ്ങനെ ആസ്വദിച്ച് കുടിക്കുമ്പോൾ നല്ല ചൂടുള്ള നെയ്യപ്പവും അല്ലെങ്കിൽ നല്ല ചൂടുള്ള ഉള്ളിവടയും ഒക്കെയാണ് എനിക്കിഷ്ടപ്പെട്ടിരുന്നത്. അതൊക്കെ കൂട്ടി ഞാനിങ്ങനെ കഴിക്കും. എന്നോട് പറയും, നിനക്ക് നിൻ്റെ പഴമയൊന്നും ഇപ്പോഴും തീർന്നിട്ടില്ലല്ലേ, ആരെങ്കിലും ഇപ്പോൾ ചെറിയ തട്ടുകടയിൽ നിന്നൊക്കെ ചായ കുടിക്കുമോ എന്ന് പറയും. അപ്പോൾ ഞാൻ പറയും, ഇക്ക ഇവിടെ നിന്നിങ്ങനെ കുടിക്കാൻ നല്ല രസമാണ്, വലിയ 5 സ്റ്റാർ ഹോട്ടലിലൊന്നും ഇത്ര ഒരു ടേസ്റ്റ് കിട്ടില്ല എനിക്ക്. അതൊക്കെ നിൻ്റെ തോന്നലാണ് പെണ്ണെ. അങ്ങനെ പറഞ്ഞ് എന്നെ കളിയാക്കുമായിരുന്നു നിൻ്റെ ഉപ്പ. മോനെ വാ, നമുക്ക് ആ ചെറിയ കടയിലേക്ക് പോകാം. അവിടെയുള്ള ആ ചില്ലുകൂട്ടിൽ കിടക്കുന്ന ആ ഒരു ചൂടുള്ള പൊരിക്കടികളും ആ ഒരു ചായയും അത് മോനെ വേറൊരു രസം തന്നെയാണ് കുടിക്കുമ്പോൾ അല്ലേ. ഉമ്മയുടെ ഇഷ്ടം, എൻ്റെ ഉമ്മക്ക് എന്താണ് ഇഷ്ടം അത് ഞാൻ വാങ്ങിത്തരും. ഷമ്മാസും ഉമ്മയും അതാ ഒരു തട്ടുകടയിലേക്ക് ചായ കുടിക്കുവാൻ വേണ്ടി പോകുന്നു. ഷമ്മാസിൻ്റെ ആ കാറ് തട്ടുകടയോട് കുറച്ചപ്പുറത്തായിട്ട് നിർത്തി ഉമ്മയുടെ കൈ പിടിച്ചുകൊണ്ട് ഷമ്മാസ് അതാ അതിലേക്ക് കയറുന്നു. ഷമ്മാസ് പറഞ്ഞു, 2 ചായ. ഉമ്മ നിങ്ങൾക്ക് ലൈറ്റ് വേണോ സ്ട്രോങ് വേണോ? മോനെ നിൻ്റെ ഉപ്പ എനിക്ക് ആദ്യം വാങ്ങിത്തരല്ലേ ലൈറ്റ് ചായയായിരുന്നു, എനിക്കതാണ് ഇഷ്ടം, സ്ട്രോങ് ഒന്നും വേണ്ട. ഉമ്മ എന്നാൽ എനിക്കൊരു സ്ട്രോങ്, ഉമ്മാക്ക് ലൈറ്റും. ഹലോ ഇക്ക, 2 ചായ കേട്ടോ, ഒരു സ്ട്രോങ് ഒരു ലൈറ്റ്. ഉമ്മ എന്താണ് കടി വേണ്ടത്? മോനെ നെയ്യപ്പമുണ്ടോ അല്ലെങ്കിൽ പഴംപൊരി? എല്ലാം ഉണ്ട് ഉമ്മ. ഉമ്മക്ക് സാൻഡ്വിച്ച് ബർഗർ അതുപോലുള്ളതൊന്നും വേണ്ടേ? അതൊക്കെ ഉണ്ടല്ലോ, പോക്കൽ ഷവർമ്മ. ഹേയ് അതൊന്നും വേണ്ടടാ, എനിക്ക് നമ്മളെ നാടൻ പലഹാരങ്ങൾ മതി, അതാണ് എനിക്കിഷ്ടം. അവരങ്ങനെ 2 പേരും ആസ്വദിച്ച് ചായ കുടിക്കുമ്പോഴാണ് ഒരാൾ അങ്ങോട്ട് കടന്നു വന്നത്. മണ്ണും ചെളിയും പുരണ്ട വസ്ത്രത്തോടെയാണ് അയാൾ ആ കടയിലേക്ക് കയറിയത്. മോനെ ഒരു ചായ ഒരു ഉള്ളിവട എടുത്തോ. അദ്ദേഹത്തിൻ്റെ ആ ഒരു ഡ്രസ്സും ആ വേഷവും അതെല്ലാം കണ്ടപ്പോൾ ഉമ്മ അദ്ദേഹത്തെ ഒന്ന് നോക്കി. പടച്ച റബ്ബേ, ആരാണത്? ഉമ്മ ശരിക്കും അയാളുടെ ആ ഒരു മുഖം കണ്ടു. മോനെ ഷാമോനെ അങ്ങോട്ട് നോക്കടാ. ഉമ്മ എന്താ അത് നോക്ക്, ഫൈസലിൻ്റെ അമ്മോഷനാണത്. ആദ്യത്തെ ഷമ്മാസ് പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. പടച്ച റബ്ബേ, ഇത്താത്തയുടെ ഉപ്പയാണല്ലോ. ഹോ, ഷമ്മാസിനെ ഒരു വട്ടമേ നോക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. അതെ, അദ്ദേഹം നനഞ്ഞു കുളിച്ചിട്ടുണ്ട്, ആകെ മണ്ണും എല്ലാം ഡ്രസ്സിലായിട്ടുമുണ്ട്. ആകെ ഒരിടങ്ങാറ് അത് കണ്ടപ്പോൾ. ആ തണുപ്പിൽ ആ ഒരു മഴയിൽ അദ്ദേഹം കുട പോലുമില്ലാതെ ഒരു ചായ കുടിക്കാൻ വേണ്ടി കയറിയതാണ്. ആ ഒരു കാഴ്ച കണ്ട് ഷമ്മാസ് ശരിക്കും ഞെട്ടി. അല്ലാ, ഞാൻ എന്തീ കാണുന്നത്? എത്രമാത്രം ബുദ്ധിമുട്ടിയാണ് അദ്ദേഹം വന്നിരിക്കുന്നത്, അതും ആ പെരും മഴയത്ത്. ഷമ്മാസിനും ഉമ്മക്കും എന്ത് ചെയ്യണം എന്ത് പറയണം എന്നറിയാതെ അവർ ഒരു നിമിഷം പരിങ്ങി. പടച്ച റബ്ബേ, ഒരു പക്ഷേ ഈ ഒരു അവസ്ഥയിൽ നമ്മൾ അദ്ദേഹത്തെ കാണുന്നത് ഒരിക്കലും അദ്ദേഹം വിചാരിച്ചിട്ടുണ്ടാവില്ല. അവർ ചായ കുടിച്ച് എഴുന്നേറ്റു. ചായയും കടിയും കുടിച്ചതിനുള്ള ബില്ല് കൊടുക്കുമ്പോൾ ആ കൂട്ടത്തിൽ അതാ അദ്ദേഹത്തിൻ്റെതും കൂട്ടിക്കോളും എന്ന് പറഞ്ഞു. അവർ അവിടെ പുറത്ത് ഇറങ്ങി നിന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ നുസൈബയുടെ ഉപ്പ അതാ പൈസ എത്രയായി എന്ന് ചോദിച്ച് അതിൻ്റെ അരക്കെട്ടിൽ നിന്ന് പൈസ എടുക്കുവാൻ വേണ്ടി നോക്കുമ്പോൾ കടക്കാരൻ പറഞ്ഞു, അതവർ തന്നു. ആര്? എന്നെ അറിയുന്ന ആരുമില്ലല്ലോ ഇവിടെ. അവർ തന്നിട്ടുണ്ട്, ദാ അവർ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ആരാണിത്? മുസൈബയുടെ ഉപ്പ അതാ പുറത്തേക്ക് ഇറങ്ങി. ഷമ്മാസിനെ കണ്ടതും ഒരു നിമിഷം തൻ്റെ മരുമകൻ ഫൈസലാണ് എന്ന് തെറ്റിദ്ധരിച്ചു. ഫൈസലേ, നീ? അല്ല ഉപ്പ, ഫൈസലല്ല ഞാൻ, ഫൈസലിൻ്റെ അനിയൻ ഷമ്മാസാണ്. അത് ഉമ്മയല്ലേ? അതെ ഉമ്മയാണ്. അല്ല, നിങ്ങളെന്തേ ചെറിയ കടയിലൊക്കെ ചായ കുടിക്കാൻ കയറിയത്? വരി, വീട്ടിലേക്ക് വരാം, നമുക്ക് പോവാം, വീട്ടിലേക്ക് നടക്കേ. അല്ല, ഞാൻ ഉമ്മാനെയും കൊണ്ട് ഇങ്ങനെ ഇറങ്ങിയതായിരുന്നു. അപ്പോൾ ഉമ്മാക്ക്
ചെറിയ കടയിൽ നിന്ന് ചായ കുടിക്കണമെന്നൊരാഗ്രഹം. അപ്പോഴാണ് നിങ്ങൾ കയറി വന്നത്. അല്ല, നിങ്ങളെന്താ ഈ ഒരു മഴയത്ത് ഇവിടെ? കുട്ടിയെ, അവിടെ കുറച്ച് പണിയുണ്ട്. ഇതിൻ്റെ ബാക്കിലായിട്ട് ഒരു സൈറ്റ് ഉണ്ട്. ഇപ്പം അവിടെയാണ്. ഇതാ കരിങ്കല്ല് കൊണ്ടുപോയിട്ടാണ്. ഉപ്പയുടെ ആ ഒരു കൈകൾ കണ്ട് ഷമ്മാസിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അതെ, വളരെയധികം കൈകളിൽ മുറിവ് പറ്റിയിട്ടുണ്ട്. അതെ, കരിങ്കല്ലിൻ്റെ ആ ഒരു കൂർത്ത ഭാഗം, മൂർച്ചയുള്ള ഭാഗം തട്ടി തട്ടി. ഉപ്പ, നിങ്ങളുടെ കൈകൾ അത് മോനെ, അതിങ്ങനെ പിടിക്കുമ്പോഴേ ആ സൈഡൊക്കെ തട്ടുമ്പോഴേ ഇപ്പം നമുക്ക് ശീലമായില്ലേ. ഇപ്പം എൻ്റെ പണി ഇതന്നല്ലേ. ഉപ്പ, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ നിങ്ങളിങ്ങനെയുള്ള ജോലിക്കൊന്നും പോകണ്ട, നിങ്ങൾക്കുള്ള എല്ലാം ഞാൻ തരാമെന്ന്. നിങ്ങളത് സമ്മതിക്കായിട്ടല്ലേ. മോനെ, പൊന്നു മോനെ, അധ്വാനിച്ച് ജീവിക്കുന്നത് വല്ലാത്തൊരു അന്തസ്സുള്ളതാണ്. മഴയും വെയിലും കൊണ്ടിട്ട് തന്നെയാണ് ഞാൻ എൻ്റെ മക്കളെയൊക്കെ പോറ്റി വളർത്തി ഉണ്ടാക്കിയത്. ഇതാ ഇതുപോലെ കഷ്ടപ്പെട്ടിട്ട്. അതൊന്നും എനിക്കൊരു വിഷയമില്ല. ഇതിൽ മോനെ ഒരു അന്തസ്സുണ്ട്. ഉപ്പ, നിങ്ങൾ എന്തപ്പോൾ ഞാൻ നിങ്ങളുടെ അവസ്ഥ കണ്ടിട്ട് പറയാം. നിങ്ങൾ എന്തിനാ ഉപ്പ ഇത്രമാത്രം കഷ്ടപ്പെടുന്നത്? ഞാൻ പറഞ്ഞില്ലേ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാമെന്ന്. മോനെ, ഇപ്പോൾ ഞാനുണ്ട്. ഇപ്പോൾ വൈകുന്നേരം ആകുമ്പോഴത്തേന് 600-700 രൂപ ഞാൻ ഒപ്പിക്കുന്നുണ്ട്. രാവിലെ വന്നാൽ വൈകുന്നേരം വരെ പണിയെടുത്താൽ അത്ര എനിക്ക് കിട്ടും. ഇപ്പം നല്ല റാഹത്തായിട്ട് പോകുന്നുണ്ട് എൻ്റെ കുടുംബം. മോനെ, ആ കൈകൾ കൊണ്ട് ഷമ്മാസിൻ്റെ കയ്യതാ ഉപ്പ മുറുകെ പിടിച്ചു. മോനെ, എൻ്റെ കാലം കഴിഞ്ഞാൽ അത് മാത്രമേ ഉള്ളൂ എനിക്ക് വിഷമം. എനിക്ക് ആൺകുട്ടികളില്ലല്ലോ. എൻ്റെ കാലം കഴിഞ്ഞാൽ എൻ്റെ മോന് പറഞ്ഞ കാര്യം നീ ചെയ്തോണ്ടി. അതെ, എൻ്റെ കുടുംബത്തെ ഏറ്റെടുക്കുക, എൻ്റെ കുടുംബത്തേക്കുള്ള ചിലവ് നൽകുക എന്നുള്ള അത് എൻ്റെ കാലം കഴിയോളം ഞാൻ തന്നെ ചെയ്തോളാം. എൻ്റെ മരണശേഷം നീ നോക്കിക്കോണ്ടി. നീ പറഞ്ഞ വാക്ക് നീ അന്ന് ചെയ്തോണ്ടി. ഇപ്പം അതിൻ്റെ ആവശ്യമില്ല. ഷമ്മാസിനത് കേട്ടപ്പോൾ ആകെ സങ്കടമായി. ഉമ്മാക്കും സങ്കടമായി. അതെ, ആ ഉപ്പയുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. പാവം, എൻ്റെ ഇക്കാക്ക ചെയ്ത ഈ ഒരു ചതി കൊണ്ടാണല്ലോ ഇത്രയും അവർക്ക് ബുദ്ധിമുട്ടേണ്ടൊക്കെ വന്നത്. ഇത്താത്തയെ വീട്ടിൽ നല്ല രീതിയിൽ നിർത്തിയിരുന്നെങ്കിൽ, നോക്കിയിരുന്നെങ്കിൽ ആ മനുഷ്യൻ കുറേയൊക്കെ ഹാപ്പി ആയിരുന്നു. ഷമ്മാസ് വിചാരിച്ചു. ഞാൻ നിങ്ങളെ വീട്ടിൽ കൊണ്ടുപോയി വിടണോ? അങ്ങനെയാണെങ്കിൽ വണ്ടിയിൽ കയറിക്കോള്. എന്താ പൊന്നു മോനെ ഈ പറയണത്? ഈ ചളിയുള്ള ഡ്രസ്സും ഇതൊക്കെ എടുത്തിട്ട് ഞാൻ വണ്ടി കയറേ? നിങ്ങളെ വണ്ടി കേടരില്ലേ? ഉപ്പ, ഒരിക്കലുമില്ല. എന്താ, നിങ്ങൾ മണ്ണിലും ചളിയിലൊക്കെ പണിയെടുക്കുന്ന, ഏത് പെരും മഴയത്തും കരിങ്കല്ലേറ്റുന്ന ഒരു മനുഷ്യൻ. അതെ, ഞങ്ങളും മനുഷ്യന്മാർ, നിങ്ങളും മനുഷ്യർ. നമ്മൾ തമ്മിൽ ഒരു മാറ്റവും ഇല്ല, ഒരു മാറ്റവും. ധൈര്യമായിട്ട് നിങ്ങൾക്ക് വണ്ടിയിൽ കയറിയാൽ ഞാൻ നിങ്ങളെ വീട് വരെ കൊണ്ടാക്കി തരാം. മോനെ, ആയിട്ടില്ല, ഇപ്പം വേണ്ട. കുറച്ചുകൂടി പണി എനിക്ക് തീർക്കാനുണ്ട്. അത് കഴിയുമ്പോഴാണ് എനിക്ക് 700 രൂപ പൈസ കിട്ടുള്ളൂ. മക്കൾ, നിങ്ങൾ പോയിക്കോളി. എന്തായാലും നിങ്ങളൊരു വാക്കുകൾ കേൾക്കുമ്പോൾ എനിക്ക് വല്ലാത്ത സന്തോഷമുണ്ട്. ഉപ്പ, എന്ത് സഹായം വേണമെങ്കിലും ഞാൻ തരൂ കേട്ടോ. ഷമ്മാസ് പെട്ടെന്ന് അവൻ്റെ പാൻറ്റിൻ്റെ പോക്കറ്റിൽ തിരുകിയ ആ നോട്ടുകെട്ടുകൾ എടുക്കുന്നു. ഉപ്പ, ഇനി നിങ്ങൾ പണിക്ക് പോകണ്ട. ഇന്നിപ്പോൾ ഭയങ്കരമായ മഴയാണ്. നിങ്ങൾ ഇന്ന് പണി നിർത്തിക്കോ. ഇനി നാളെയൊക്കെ വന്നാൽ മതി. ദാ, നിങ്ങൾക്ക് ഒരു മാസവും അതിൻ്റെ അപ്പുറം കഴിയാനുള്ള ക്യാഷ് ഇതിലുണ്ട്. നിങ്ങളെ കൈകളിലെ മുറിവ് കണ്ടിട്ട് എനിക്ക് സഹിക്കണില്ല, അതുകൊണ്ടാണ്. മോനെ, എന്താടാ ഇത്? ഇതൊന്നും വേണ്ടേ? ഇതങ്ങോട്ട് വെച്ചേക്ക്. ഉപ്പ, ഞാൻ സന്തോഷത്തോടെ തരുമല്ലേ, നിങ്ങളിത് സ്വീകരിക്കണം. എനിക്ക് നല്ല ആഗ്രഹമുണ്ട് നിങ്ങളെ കുടുംബത്തേക്ക് സഹായിക്കാൻ. പക്ഷേ നിങ്ങൾ അതിനെ സമ്മതിക്കാത്തത് കൊണ്ടല്ലേ. മോനെ, വേണ്ട, അതവിടെ വെച്ചേക്ക്. കുറച്ച് സമയം കൂടി പണിയെടുത്താൽ എനിക്ക് പൈസ കിട്ടും. അതുകൊണ്ട് വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങി ഞാൻ പോകും. ഉപ്പ, ഞാൻ എൻ്റെ ഉപ്പയോട് പറയണ പോലെ പറയാണ്. എനിക്ക് എൻ്റെ ഉപ്പയില്ല. എൻ്റെ ഉപ്പ മരിച്ചു പോയി. ഒരു ഉപ്പയുടെ സ്നേഹം എനിക്ക് ലഭിച്ചിട്ടില്ല. വളരെ കുറച്ച് കാലമേ ലഭിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ഉപ്പ, എൻ്റെ ഉപ്പയാന്ന് കരുതിയിട്ട് നിങ്ങളിതൊന്ന് വാങ്ങണം, എൻ്റെ അപേക്ഷയാണ്. ഷമ്മാസിൻ്റെ ആ വാക്കുകൾ കേട്ടപ്പോൾ ഉപ്പാക്ക് പിന്നെ ഒന്നും പറയാൻ കഴിഞ്ഞില്ല. വിറക്കുന്ന കൈകളോടെ
അദ്ദേഹം ആ ക്യാഷ് അതാ വാങ്ങുന്നു. 500 രൂപയുടെ ഒരു വലിയ നോട്ടുകെട്ട്. ഉപ്പാക്കത് വാങ്ങാൻ നല്ല പ്രയാസമുണ്ട്. അതെ, അദ്ദേഹത്തിൻ്റെ മുഖം കണ്ടാൽ അറിയാം. ഉപ്പയുടെ കൈ പിടിച്ചുകൊണ്ട് ഷമ്മാസ് പറഞ്ഞു, ഉപ്പ, ഈ കൈകളിലെ മുറിവ് ഒന്ന് ഉണങ്ങിക്കോട്ടെ, എന്നിട്ട് നിങ്ങളിനി പണിക്കിറങ്ങിയാൽ മതി. സന്തോഷത്തോടു കൂടി തരുന്നതല്ലേ ഞാൻ. എൻ്റെ ഉപ്പയുടെ സ്ഥാനത്ത് നിന്നാണ് ഞാൻ നിങ്ങൾക്കത് തരുന്നത്. എൻ്റെ ഉപ്പയ്ക്ക് കൊടുക്കുന്ന പോലെയാണ്. അതുകൊണ്ട് നിങ്ങൾ സന്തോഷത്തോടു കൂടി അത് ചെലവഴിക്കണം. അത് നിങ്ങൾ ഇഷ്ടത്തോടു കൂടി നിങ്ങളെ മകൻ തന്നതാണ് എന്നത് വിചാരിച്ചുകൊണ്ട് നിങ്ങളത് എടുക്കണം. അതെ, ഉപ്പയുടെ മകനാണ് ഞാൻ, അങ്ങനെ കൂട്ടിയാൽ മതി എന്നെ. ഒരിക്കലും ആൺമക്കളില്ലാന്ന് കരുതിയിട്ട് ഉപ്പ വിഷമിക്കരുത്. എന്നും ഞാനുണ്ടാവും കൂടെ. ഉപ്പ, നിങ്ങൾ വണ്ടിയിലൊന്ന് കയറുകയാണെങ്കിൽ ഞാൻ അവിടെ വരെ കൊണ്ടാക്കി തരാം. ഞങ്ങൾ വീട്ടിലേക്കൊന്നും കയറുന്നില്ലെങ്കിലും അവിടെ വരെ ഈ പെരുമഴയത്ത് ഇനി നിങ്ങളിവിടെ പണിയെടുക്കണ്ട. കണ്ടില്ലേ, കറുത്തിരുണ്ട് വരുന്നു മാനം. ഇടിയും മിന്നലുമുണ്ട് ചെറുതായിട്ട്. ഇനി ഈ കരിങ്കൽ പണി തൽക്കാലം ഇപ്പോൾ കുറച്ച് കാലത്തേക്ക് എടുക്കണ്ട. നിങ്ങൾക്ക് ചിലവിനുള്ളത് അതിലുണ്ടാകും. ഷമ്മാസിൻ്റെ വാക്കുകൾക്ക് മുമ്പിൽ ഉപ്പാക്ക് ഒന്നും പറയാൻ കഴിഞ്ഞില്ല. അതെ, ഉപ്പയും തന്നെ പാവം മഴ കൊണ്ട് വല്ലാതെ അങ്ങ് വിറച്ചിരുന്നു. തണുപ്പും കാറ്റും കൊണ്ടുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു പണി, അത് ശരിക്കും പറഞ്ഞാൽ ഷമ്മാസിനും ഉമ്മാക്കും വളരെയധികം ദയനീയമായി തോന്നി. ഉപ്പ അതാ പെട്ടെന്ന് ഡ്രസ്സ് മാറുവാൻ വേണ്ടി ഒരു ഭാഗത്തേക്ക് നീങ്ങിപ്പോകുന്നു. ഒരു കവറിലാണ് അദ്ദേഹത്തിൻ്റെ ഉണങ്ങിയ ഡ്രസ്സുകൾ ഇട്ടിട്ടുള്ളത്. അതെല്ലാം മാറ്റി അദ്ദേഹം വരുന്നു. ഉപ്പയുടെ ആ ദയനീയമായ കണ്ണുകൾ അത് കണ്ടപ്പോൾ ഷമ്മാസിന് ശരിക്കും പറഞ്ഞാൽ സങ്കടം വന്നു. ഞാനിതിൽ കയറുന്നത് ശരിയല്ലല്ലോ, നിങ്ങൾ പോയിക്കോളൂ. ഞാൻ വന്നതൊരു ഓട്ടോ വിളിച്ചിട്ടാണെന്ന്, കുറച്ച് ദൂരത്ത് പണിയായതുകൊണ്ടേ. അപ്പോൾ ഞാൻ അങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ട്. ഉപ്പയുടെ മോനാണ് ഞാൻ, അതുപ്പ മറക്കണ്ട. ആ ഒരു മോൻ്റെ സ്ഥാനത്ത് നിന്ന് നിങ്ങളിതാ ഈ വണ്ടിയിൽ കയറാൻ പറഞ്ഞാൽ കയറണം. ഉമ്മ അതാ ബാക്കിലെ സീറ്റിലേക്ക് കയറിയിരുന്നു. അത് കണ്ട് ഉപ്പ പറഞ്ഞു, ഹേയ് വേണ്ട വേണ്ട, ഞാൻ ബാക്കിലിരുന്നോളാം, നിങ്ങൾ മുന്നിലിരുന്നോളി. ഹേയ് വേണ്ട, നിങ്ങളിരുന്നോളൂ. ഉമ്മ അതാ വളരെയധികം വിനയത്തോടെ അദ്ദേഹത്തോട് കയറിയിരിക്കുവാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. അതൊന്നും വേണ്ടില്ലായിരുന്നു, ഞാൻ ബാക്കിലിരിക്കാനുള്ളതൊക്കെ ഞമ്മക്കുള്ളൂ, നമ്മൾ അതിനകത്തുള്ള കപ്പാസിറ്റിയല്ലേ ഉള്ളൂ. ഉപ്പ, നിങ്ങളെന്താ അങ്ങനെയൊക്കെ പറയുന്നത്? മക്കൾക്ക് എന്തെങ്കിലും വാങ്ങണ്ടേ? അതൊക്കെ ഞങ്ങൾ പിന്നെ വാങ്ങിക്കൊണ്ട്, വൈകുന്നേരം പോകുമ്പോഴാണ് ഞാൻ വാങ്ങാറുള്ളത്, അതൊക്കെ പിന്നെ വാങ്ങിക്കോളാം. മോനെ എന്നാൽ നിങ്ങൾക്ക് ധൃതി ആയിരിക്കുമല്ലേ? എന്നെപ്പോൾ ഒരു പണിയായില്ലേ നിങ്ങൾക്ക്? ഒരു ബുദ്ധിമുട്ടായില്ലേ എന്നെക്കൊണ്ട്? എന്തിനു ബുദ്ധിമുട്ട്? ഉപ്പ, നിങ്ങൾ കുറച്ച് സമയം ഇവിടെ ഇരിക്കട്ടോ. ഷമ്മാസ് പെട്ടെന്ന് വണ്ടിയിൽ നിന്നിറങ്ങി ഒരു ബേക്കറിയിലേക്കാണ് പോയത്. എന്തൊക്കെയോ കുറച്ച് സാധനങ്ങളും എല്ലാം വാങ്ങിക്കൊണ്ട് അതാ വണ്ടിയിലേക്ക് തന്നെ തിരിച്ചു വരുന്നു. എന്തിനാ മോനെ അതൊക്കെ? മക്കളുള്ളതല്ലേ, ഉപ്പ വരുമ്പോൾ എന്തെങ്കിലും ഒരു മിഠായി കൊണ്ടുവരാറുള്ളതല്ലേ, അത് ഇല്ലാഞ്ഞാൽ അവർക്ക് പ്രയാസമായിരിക്കില്ലേ? അന്നും ഷമ്മാസ് അവർക്ക് നല്ല ഐറ്റംസ്, കേക്ക്, സാധനങ്ങൾ, ഐസ്ക്രീം, അങ്ങനെയെല്ലാം വാങ്ങിക്കൊണ്ടാണ് വന്നിട്ടുള്ളത്. കുറച്ച് ദൂരത്തെ യാത്രയ്ക്ക് ശേഷം അതാ നുസൈബയുടെ വീട്ടുപടിക്കൽ എത്തുന്നു. ഷമ്മാസ് പറഞ്ഞു, ഇനി ഞങ്ങൾ അങ്ങോട്ടില്ല കേട്ടോ ഇന്ന്. ഉമ്മാക്ക് ശരിക്കും പറഞ്ഞാൽ നുസൈബയെ കാണാൻ ആഗ്രഹമുണ്ട്. മോനെ, ഞാനൊന്ന് ഇറങ്ങട്ടെ. ഉമ്മ, ഇനി ഇപ്പം ഇറങ്ങണ്ട, അവരെ ഉപ്പ പണി കഴിഞ്ഞ് പോകുന്ന പോലെ പോയിക്കോട്ടെ, നമുക്ക് പിന്നെ വരാം. ഉപ്പ അതാ ഷമ്മാസ് വാങ്ങിക്കൊടുത്ത ആ ഒരു സാധനങ്ങളൊക്കെ എടുത്ത് വീട്ടിലേക്ക് പോകുന്നു. ഉപ്പയെ കണ്ട മക്കളുടെ സന്തോഷം. ഉപ്പ വരുന്നു. പഠിച്ചോനെ, ഇന്ന് ഇത്ര നേരത്തെ വന്നത്? നല്ല മഴയാണടി, നിൽക്കാൻ കഴിഞ്ഞില്ല, തണുത്തിട്ട്. എന്താ ഇപ്പം ഈ കവറിലൊക്കെ കുറേ സാധനമൊക്കെ വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ടല്ലോ? അതൊക്കെ ഉണ്ട്, ഈ നടക്ക്. ഉമ്മയുടെയും മക്കളുടെയും ആ ഒരു സംഭാഷണം ഷമ്മാസും ഉമ്മയും കുറച്ചപ്പുറത്ത് നിന്ന് ശരിക്കും കേട്ടു. അവർക്ക് സന്തോഷമായി. അവരുടെ തിരിച്ചുള്ള യാത്രയിൽ ഷമ്മാസ് ഒരു കാര്യം തീരുമാനിച്ചു. അതെ, എൻ്റെ ഉമ്മ പറഞ്ഞ എൻ്റെ ഫൈസൽക്കയുടെ ആദ്യ ഭാര്യ, അവരെ എനിക്ക് വിവാഹം കഴിക്കാൻ എനിക്ക് താല്പര്യമില്ല.
പക്ഷേ അവരെ സംരക്ഷിക്കാൻ ഞാൻ തയ്യാറാണ്. അവർക്ക് വേണ്ടി എന്തും ചെയ്തു കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. അത് ഞാൻ ഏറ്റെടുക്കും. അവർക്ക് ഒരു പോറലും ഏൽപ്പിക്കാതെ ഇൻഷാ അല്ലാ അവരുടെ സംരക്ഷണ ചുമതല ഞാനത് ഏറ്റെടുക്കും. ഷമ്മാസ് മനസ്സിൽ വിചാരിച്ചു. പക്ഷേ എൻ്റെ ഭാര്യ, എൻ്റെ വൈഫ്, അതവൾ എൻ്റെ ഹിജാബി മാത്രമായിരിക്കും. അതിനപ്പുറത്തേക്കായിട്ട് ഒന്നും ഞാൻ ആരെയും ചിന്തിക്കില്ല. അതെ, ഇത്താത്തയെ ഞാൻ സംരക്ഷിക്കും. എൻ്റെ ഇത്താത്തയായിക്കൊണ്ടാണ് സംരക്ഷിക്കുക, ഒരിക്കലും ഭാര്യയായിട്ടല്ല. ഉമ്മയോട് അങ്ങനെ പറഞ്ഞ് അതങ്ങ് റെഡിയാക്കി ഉമ്മയെ സന്തോഷിപ്പിക്കണം ഇൻഷാ അല്ലാ.